ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ്. ഡൈ, ആ പേര് തന്നെയാണ്. ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട്, അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് ചാർജസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ, ഡൈ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ട് എന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൽ എത്ര ചാർജസ് ഉണ്ട്? രണ്ട് ചാർജസ് ഉണ്ട്. ഈ രണ്ട് ചാർജസിനും പ്രത്യേകതയുണ്ട്. ഈ രണ്ട് ചാർജസും ഈക്വൽ ആണ്. ഒന്ന് ക്യൂ, മറ്റതും എന്ത് തന്നെയാണ്? ക്യൂ തന്നെയാണ്. ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റുമാണ്. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റത് എന്താണ്? നെഗറ്റീവ്. ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൽ എത്ര ചാർജസ് ഉണ്ട്? ഇലക്ട്രിക് ഡൈപോളിൽ രണ്ട് ചാർജസ് ഉണ്ട്. ഒന്ന് ക്യൂ, മറ്റത് മൈനസ് ക്യൂ. രണ്ട് ചാർജസും ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റും ആണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ചാർജസ് ആണ് എടുത്തിരിക്കുന്നത്? ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ചാർജസ്. ഈ രണ്ട് ചാർജസിനെയും ഒരു ചെറിയ, അപ്പോൾ നമ്മൾ രണ്ട് ചാർജസ് എടുത്തു. ഒന്ന് എന്താണ്? ക്യൂ, മറ്റേ എന്താണ്? മൈനസ് ക്യൂ. ഈ രണ്ട് ചാർജസിനെയും ഒരു ചെറിയ അകലം, ആ അകലത്തിന് 2a എന്ന് കൊടുക്കും. ഒരു ചെറിയ സ്മോൾ ഡിസ്റ്റൻസ്, ഒരു ചെറിയ അകലം കൊണ്ട് നമ്മൾ വേർതിരിച്ചിരിക്കണം. ഇതിനെയാണ് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ വാക്ക് ശ്രദ്ധിച്ചോണേ. ഈ ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആണ്. ഈ 2a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ചാർജസ് എടുത്തു. ഏതൊക്കെയാണ്? പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും. രണ്ട് ചാർജസ് എടുത്ത് ക്യൂവും മൈനസ് പ്ലസ്. ഇവിടെ പ്ലസ് ഇടേണ്ട കാര്യമില്ല, പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ട് ചാർജസ് എടുത്തു. ഒന്ന് ക്യൂ, മറ്റേ എന്താണ്? മൈനസ് ക്യൂ. ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള രണ്ട് ചാർജസ് എടുത്തു. ഈ രണ്ട് ചാർജിനെയും ഒരു ചെറിയ അകലം കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഇതിന് പറയുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. തുല്യവും വിപരീതവുമായ രണ്ട് ചാർജസിനെ ഒരു ചെറിയ അകലം കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഇതിന് പറയുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. നെക്സ്റ്റ് എന്താ പഠിക്കേണ്ടത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അടുത്ത പഠിക്കേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് സാധാരണ നമ്മൾ കൊടുക്കുന്നത് പി എന്ന് പറയുന്ന ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ പി. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? സാധാരണ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് പി എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഒരു ചാർജിനെയും, ഏതെങ്കിലും ഒരു ചാർജ്, രണ്ട് ചാർജസും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? സൈനിൽ മാത്രം. ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാർജ് ക്യൂ എന്ന് എടുത്തു. അത് സൈൻ എന്ന് അവിടെ നോക്കണ്ട. ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു. ഏതെങ്കിലും ഒരു ചാർജിൻ്റെയും ആ രണ്ട് ചാർജസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെയും ഗുണനഫലത്തിനെയാണ് എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ചാർജിൻ്റെയും രണ്ട് ചാർജസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെയും ഗുണനഫലമാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്. ഇതിൽ ഒരു ചാർജസിൻ്റെയും ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിൻ്റെയും ആ രണ്ട് ചാർജസിനും ഇടയ്ക്കുള്ള അകലത്തിൻ്റെയും ഗുണനഫലമാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്? ഏതെങ്കിലും ഒരു ചാർജിൻ്റെയും, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ചാർജിൻ്റെയും ആ രണ്ട് ചാർജസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെയും ഗുണനഫലം, പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്? പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു T2a. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് മീറ്റർ ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളംബ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സെന്റിമീറ്റർ എന്ന് വായിക്കരുത്. ഇതെന്താണ്? കൂളംബ് മീറ്റർ ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? കൂളംബ് മീറ്റർ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളംബ് മീറ്റർ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി.
അതിന് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലോട്ടാണ്. ഈ ഡൈപോളിൻ്റെ ഈ ആക്സിസിൽ കൂടെ എങ്ങോട്ടാണ്? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് അലോങ് ദ ആക്സിസ്. ഇതിൻ്റെ അതായത് രണ്ട് ചാർജസിനെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വരച്ച ലൈനിനെയാണ് ഞാൻ ആക്സിസ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ആക്സിസിൽ കൂടി നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ഇനി എനിക്ക് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ? P = Q × 2A. P = Q × 2A. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംബ് മീറ്റർ. എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് എലോങ് ദ ആക്സിസ് ഓഫ് ദ ഡൈപോൾ. ഡൈപോളിൻ്റെ ആക്സിസിൽ കൂടി നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അടുത്ത ഒരു ഡെറിവേഷൻ പഠിപ്പിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇത് ആവശ്യമുണ്ട്. P = എന്താണ്? Q2A. ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? P = Q2A. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വയ്ക്കുവാണ്. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ എവിടെ കൊണ്ട് വയ്ക്കുകയാണ്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. എല്ലായിടത്തും അതിൻ്റെ തീവ്രത, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് E എന്ന് കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ത് കൊടുത്തു? E എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇലക്ട്രിക് ഡൈപോളിന് എന്തൊക്കെ ചാർജസ് ഉണ്ട്? പോസിറ്റീവ് ചാർജും ഉണ്ട്, എന്തുകൊണ്ട്? നെഗറ്റീവ് ചാർജും ഉണ്ട്. എത്ര ആംഗിളിലാണ് വച്ചിരിക്കുന്നത്? തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, എത്ര ചാർജസ് ഉണ്ട്? 2 ചാർജസ്. രണ്ടും എങ്ങനെയാണ്? ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റും ആണ്, അല്ലേ? ഈ ഇലക്ട്രിക് ഡൈപോളിനെ എവിടെ കൊണ്ടുവച്ചു? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെച്ചു. ഈ ഇലക്ട്രിക് ഡൈപോളിനെ എവിടെ കൊണ്ട് വെച്ചു? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെച്ചു. അപ്പോൾ സപ്പോസ് ഞാൻ ഈ സ്കെയിൽ കാണിക്കുന്നു. ഈ സ്കെയിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇത് ഡൈപോളാണെന്ന് വിചാരിച്ചോ. ഈ പേന ഡൈപോളാണ്. ഞാൻ ഇങ്ങനെയാണ് വച്ചിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക് ഡൈപോളിനും ഇത് ഇലക്ട്രിക് സ്കെയിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. ഈ പേന എന്താണ്? ഡൈപോള്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഞാൻ എത്ര ആംഗിളിലാണ് വച്ചിരിക്കുന്നത്? θ°. ആംഗിളിനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? θ°. ഇത് ഇലക്ട്രിക് സ്കെയിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. ഈ പേന എന്താണ്? ഇലക്ട്രിക് ഡൈപോള്. ഈ പേന എങ്ങനെയാണ്? ചരിച്ചാണ് വച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ പേനയ്ക്കും ഈ ഇലക്ട്രിക് ഫീൽഡിനും, ഇത് ഇലക്ട്രിക് ഡൈപോള്, ഇതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളിന് ഞാൻ എന്താ കൊടുത്തിരിക്കുന്നത്? തീറ്റ. ഈ ആംഗിളിന് എന്തോ കൊടുത്തു? തീറ്റ എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്, അല്ലേ? അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത. ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ ഏതെങ്കിലും ഒരു ചാർജ് കൊണ്ടുവച്ചാൽ ആ ചാർജിന് എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ചാർജിന് എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒരു E എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ഏത് ചാർജ് കൊണ്ട് വച്ചിരിക്കുകയാണ്? Q എന്ന് പറയുന്ന ഒരു ചാർജ് കൊണ്ട് വെച്ചു. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഏത് ചാർജ് കൊണ്ട് വെച്ചാൽ? Q എന്ന ചാർജ് കൊണ്ട് വെച്ചാൽ അതിനനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താണ്? QE. എന്താണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? എന്താണ്? QE. അപ്പോൾ ഈ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തോ കൊടുക്കാം? QE. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? QE. ഇനി അതുപോലെ -Q എന്ന് പറയുന്ന ചാർജും ഏത് ഇലക്ട്രിക് ഫീൽഡിൽ തന്നെയാണ്? E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? അതും QE തന്നെ, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കാരണം ഒന്ന് നെഗറ്റീവാണ്, മറ്റേ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും ഓർത്താൽ മതി. ഒരു ഇലക്ട്രിക് ഡൈപോള്, ഇതാണ് ഇലക്ട്രിക് ഡൈപോള്. ഇതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. സ്കെയിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഞാൻ കാണിക്കുന്നത്.
ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെച്ചു. എത്ര ആംഗിളിലാണ് ചരിഞ്ഞിരിക്കുന്നത്? തീറ്റ ആംഗിളിൽ. അപ്പം ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് അനുഭവപ്പെടും? അതിന് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സ് എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണത്, QE. മൈനസ് ക്യൂവിന് അനുഭവപ്പെട്ട ഫോഴ്സും എത്ര തന്നെയാണ്? QE. പക്ഷേ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. ഒന്ന് പോസിറ്റീവാണ്, മറ്റേ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ച എന്താണ്? ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ രണ്ടറ്റത്ത് ഒരു അറ്റത്ത് ഇങ്ങോട്ടൊരു ഫോഴ്സ്, അതേ ഫോഴ്സ് മറ്റേ അറ്റത്ത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേ ഫോഴ്സ് തിരിച്ചിങ്ങോട്ട്. അപ്പോൾ ശരിക്കും ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് ഇലക്ട്രിക് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സാധാരണ നമ്മൾ ഒരു അടപ്പൊക്കെ തുറക്കുമ്പോൾ അതെ ഇങ്ങനെയല്ലേ നമ്മൾ തുറക്കുന്നത്. അപ്പോൾ ഒരു വിരൽ അങ്ങോട്ട് പോയാൽ മറ്റേ വിരൽ ഇങ്ങോട്ടുമാണല്ലോ വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ക്യാപ്പ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് കറങ്ങാൻ തുടങ്ങും. അതേ എഫക്റ്റ് തന്നെയാണ് ഇവിടെ ഇലക്ട്രിക് ഡൈപോളിൽ. ഇത് ഇലക്ട്രിക് ഡൈപോളിൽ ഒരു ഫോഴ്സ് അങ്ങോട്ട്, അതേസമയം ഈക്വലായിട്ട് മറ്റൊരു ഫോഴ്സ് ഇങ്ങോട്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോൾ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഉള്ളത് കൊണ്ട് ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോളിന് സംഭവിക്കുന്ന എന്താണ്? ഈ രണ്ട് ഈക്വൽ ഫോഴ്സസ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് ഡൈപോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ പറയുന്നത് ടോർക്ക്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. F = എന്താണ്? ഫസ്റ്റ് നമുക്ക് പറയാം, ഫോഴ്സ് ഓൺ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ എന്താണ്? QE. അടുത്ത ഫോഴ്സ് ഓൺ മൈനസ് QE. രണ്ടും QE തന്നെയാണ്, അല്ലേ? ഫോഴ്സ് ഓൺ പ്ലസ് QE, ഫോഴ്സ് ഓൺ മൈനസ് QE. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. ഫോഴ്സ് ഓൺ പ്ലസ് QE, ഫോഴ്സ് ഓൺ മൈനസ് എന്ത് തന്നെയാണ്? QE തന്നെയാണ്. അപ്പോൾ ഇതിന് എന്ത് അനുഭവപ്പെടും? റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാത്തിനും എന്ത് അനുഭവപ്പെടും? റൊട്ടേറ്റിംഗ് ഫോഴ്സ് അനുഭവപ്പെടും, അല്ലേ? അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർക്ക്. എന്തോ പേര് പറയും? ടോർക്ക്. റൊട്ടേറ്റ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. ആ റൊട്ടേറ്റ് കറങ്ങുമല്ലോ, അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഫോഴ്സിന് പറയുന്നതാണ് ടോർക്ക്. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് ടോർക്ക്. ടോർക്ക് = ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് നമുക്കറിയാം എന്താണ്? QE. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഫോഴ്സ് തന്നെ ഇങ്ങോട്ടാണ്, അല്ലേ? മറ്റേ ഫോഴ്സ് ഇങ്ങോട്ടുമാണ്. ഈ രണ്ട് ഫോഴ്സസിനും ഇടയ്ക്കുള്ള ഈ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസിനാണ് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്നിട്ട് പേര് കൊടുക്കുക ABC. ഈ ACക്കാണ് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ. കാരണം രണ്ട് ഫോഴ്സിൻ്റെ ഇങ്ങനെ നമ്മൾ രണ്ട് ലൈൻ വരച്ചാൽ ആ രണ്ട് ലൈനിന് ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനാണ് പറയുന്നത് എന്താണ്? ഇവിടെ ഇങ്ങോട്ട് എന്താണ്? QE, ഇങ്ങോട്ട് എന്ത് തന്നെയാണ്? QE. ഈ രണ്ട് ലൈനിനും ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസിനാണ് എന്ത് പേര് പറയുന്നത്? ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസാണ് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? AC. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? AC. അപ്പോൾ ടോർക്കിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ, ഈ സിമ്പിളാണ് നമ്മൾ ടോർക്കിന് കൊടുക്കുന്നത്. ടോർക്ക് എന്താണ്? ടോർക്ക് = ഫോഴ്സ്. ഫോഴ്സ് = എന്താണ്? QE. ഫോഴ്സ് QE. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? AC. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AC. അപ്പോൾ ടോർക്ക് = എന്ത് കിട്ടി? QE × AC. അപ്പോൾ ഫോഴ്സ് ഓൺ പ്ലസ് Q എന്താണ്? QE. ഫോഴ്സ് ഓൺ മൈനസ് Q എന്താണ്? QE. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ തുടങ്ങും? ഇറ്റ് ബിഗിൻസ് ടു റൊട്ടേറ്റ്. ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്യുന്നതിന് എന്തുണ്ട്? ടോർക്കുണ്ട്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോർക്ക് = QE. ഫോഴ്സ് QE. ഡിസ്റ്റൻസ് എന്താണ്? AC. QE × AC. നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയാണ്? തീറ്റ തന്നെയാണ്. ഇനി -Q തൊട്ട് +Q. ഡൈപോളിൻ്റെ നീളത്തിന് നമ്മൾ നേരത്തെ എന്താ കൊടുത്തത്? 2A, അല്ലേ? -Q തൊട്ട് +Q വരെയുള്ള ദൂരത്തിന് എന്താ കൊടുത്തത്? 2A. നമുക്ക് ഇങ്ങോട്ട് മാറി എഴുതാം. ഈ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ABC. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ തീറ്റ = എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എതിർവശം ഡിവൈഡഡ് ബൈ കർണം. ട്രയാങ്കിൾ ABCയിൽ സൈൻ തീറ്റ, തീറ്റയുടെ നേരെ എതിരെ കിടക്കുന്ന വശം ഏതാണ്? AC. തീറ്റയുടെ നേരെ എതിർവശം ഏതാണ്? AC,
അല്ലേ? ഏറ്റവും നീളം കൂടിയ വശം ഏതാണ്? എ ബി. എ ബി എന്ന് പറഞ്ഞാൽ 2a. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ഡിവൈഡ് ബൈ കർണമാണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ സി. നീളം കൂടിയ വശം ഏതാണ്? എ ബി. എ ബിയുടെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 2a. ദെൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയപ്പം? എ സി ബൈ 2a. ഈ 2a ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? എ സി ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ. എ സി ഈസ് ഈക്വൽ ടു എന്താണ്? 2a സൈൻ തീറ്റ. എ സി ഈസ് ഈക്വൽ ടു 2a സൈൻ തീറ്റ. ദെൻ ടോർക്ക് ഈസ് ഈക്വൽ ടു QE. എ സിക്ക് പോലെ എന്ത് എഴുതാം? 2a സൈൻ തീറ്റ. എ സിക്ക് പോലെ QE. ടോർക്ക് ഈസ് ഈക്വൽ ടു, പേനയ്ക്ക് കുറച്ച് തെളിച്ചം കുറവാണ്, ടോർക്ക് ഈസ് ഈക്വൽ ടു QE 2a സൈൻ തീറ്റ. നമ്മൾ ഫോഴ്സിന് പകരം QE എഴുതി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? എ സി നമ്മൾ കണ്ടുപിടിച്ചു. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ 2a ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2a സൈൻ തീറ്റ. ഇനി നമുക്ക് എവരെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇരുത്താം, ഒന്ന് സ്ഥാനം മാറ്റി ഇരുത്താം. ദെൻ ടോർക്ക് ഈസ് ഈക്വൽ ടു, അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ഥാനം മാറ്റുവാണേ. ക്യൂവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് 2a ഇരുത്താം. 2a ഈ സൈൻ തീറ്റ. ഇങ്ങനെ ഇരുത്താൻ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് Q ഇൻറ്റു 2a എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് P. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? P ഈസ് ഈക്വൽ ടു എന്താണ്? തൊട്ട് മുന്നേ ഞാൻ പഠിപ്പിച്ചു. P ഈസ് ഈക്വൽ ടു എന്താണ്? Q 2a നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ Q 2aക്ക് വരെ എന്ത് കൊടുക്കാം? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ദെൻ ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. വെക്റ്റർ പ്രോഡക്റ്റ്, സ്കെയിലാർ പ്രോഡക്റ്റും വെക്റ്റർ പ്രോഡക്റ്റും പഠിച്ചല്ലോ. അതിൽ വെക്റ്റർ പ്രോഡക്റ്റ് എങ്ങനെയാണ് പഠിച്ചത്? A ക്രോസ് B ഈസ് ഈക്വൽ ടു AB സൈൻ തീറ്റ. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് അല്ലേ? എന്തോ പഠിച്ചു? A ക്രോസ് B ഈസ് ഈക്വൽ ടു എന്തോ പഠിച്ചു? AB സൈൻ തീറ്റ. A ക്രോസ് B ഈസ് ഈക്വൽ ടു AB സൈൻ തീറ്റ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ടോർക്ക് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? P ക്രോസ് E. ടോർക്ക് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E. ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E. ഇനി അടുത്ത അറിയേണ്ടത്, ടോർക്ക് മാക്സിമം ആവുന്നത് 90 ഡിഗ്രിയിലാണ്. ടോർക്ക് മാക്സിമം ആവുന്നത് ഏത് ആംഗിളിലാണ്? 90 ഡിഗ്രിയിലാണ്. ടോർക്ക് മാക്സിമം ആവുന്നത് 90 ഡിഗ്രിയിലാണ്. തീറ്റ 90 ഡിഗ്രി ആവുമ്പം ടോർക്ക് മാക്സിമം ആയിരിക്കും. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. സൈൻ 90 എത്രയാണ്? 1 ആണ്. അപ്പം PE ഇൻറ്റു സൈൻ 90, PE ഇൻറ്റു 1 എന്ന് വെച്ചാൽ PE. അപ്പോൾ ടോർക്ക് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? PE. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് PE എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഡൈപോൾ, രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോൾ ടോർക്ക് മാക്സിമം ആയിരിക്കും. മാക്സിമം ടോർക്കിൻ്റെ വാല്യൂ എത്രയാണ്? PE. ഇനി ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോളും പാരലലായിരിക്കുമ്പോൾ, ഒരേ ഡയറക്ഷനിലായിരിക്കുമ്പോൾ ആംഗിൾ എത്ര വരും? 0 വരും. സൈൻ 0 ആണ്. അപ്പോൾ ടോർക്ക് മിനിമം ഏത് ആംഗിളിലാണ്? 0 ഡിഗ്രിയിലാണ്. ടോർക്ക് മിനിമം എത്രയാണ്? 0 ആണ്. അപ്പോൾ ടോർക്ക് മാക്സിമം എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രി. മാക്സിമം ടോർക്കിൻ്റെ വാല്യൂ എത്രയാണ്? PE. ടോർക്ക് മിനിമം ഏത് ആംഗിളിലാണ്? 0 ഡിഗ്രി. ടോർക്ക് മിനിമം എത്രയാണ്? 0. ക്ലിയർ ആയോ? അപ്പം നമ്മൾ എന്തെടുക്കും? ഒരു ഇലക്ട്രിക് ഡൈപോൾ എടുക്കും, ഒരു ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കും. ഈ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് QE, നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും QE. ഈ രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്, മറ്റേ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് ഇലക്ട്രിക് ഡൈപോൾ കറങ്ങാൻ തുടങ്ങിയിട്ട് ബിഗിൻസ് ടു റൊട്ടേറ്റ്. ആ റൊട്ടേറ്റിംഗ് ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് QE. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? AC. ഈ രണ്ട് ഫോഴ്സിനും ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? AC. ഇപ്പം നമ്മൾ ട്രയാങ്കിൾ ABC എടുത്തു.
അത് നമ്മൾ സൈൻ തീറ്റ എടുത്തു. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, AC ഡിവൈഡഡ് ബൈ 2A, കർണം നമ്മൾ എത്രയാണ് കൊടുത്തത് 2A ഇങ്ങോട്ട് കൊണ്ടുപോയി. AC ഈസിക്കോട്ട് എന്ത് കിട്ടി? 2A സൈൻ തീറ്റ. അപ്പോൾ ACക്ക് പകരം എന്ത് എഴുതി? 2A സൈൻ തീറ്റ. ഇനി നമ്മൾ ഇവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്ഥാനം മാറ്റി ഇരുത്താൻ പോവുകയാണ്. ഒരു ബെഞ്ചിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇരുത്തത്തില്ലേ, അതുപോലെ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി ഇവരെ അങ്ങ് മാറ്റി ഇരുത്തുന്നു. ഓർത്തോണം, എപ്പോഴെങ്കിലും Qവിനെയും 2Aയെയും ഒരുമിച്ച് കണ്ടാൽ 2A കൊണ്ടുവന്ന് ആരടുത്ത് നമ്മൾ ഇരുത്തും? Qവിൻ്റെ അടുത്തിരുത്തും. ഓടി നമ്മൾ 2Aയെ പിടിച്ച് ആരടുത്തിരുത്തി? Qവിൻ്റെ അടുത്തിരുത്തി. Q ഇൻറ്റു 2A ഈ സൈൻ തീറ്റ. എന്തിനാ അങ്ങനെ ഇരുത്താൻ കാര്യം? നമ്മൾ ഇന്നിപ്പോൾ പഠിച്ചു Q ഇൻറ്റു 2A എന്ന് പറഞ്ഞാൽ എന്താണ്? P, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. നമുക്കവിടെ ആരെ കൊണ്ടുവരണമായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ. അതിന് വേണ്ടിയാണ് നമ്മൾ 2Aയെ പിടിച്ച് ആരുടെ അടുത്ത് ഇരുത്തിയത്? Qവിൻ്റെ അടുത്ത് ഇരുത്തിയത്. അപ്പോൾ Q ഇൻറ്റു 2A ഈ സൈൻ തീറ്റ. Q 2Aക്ക് പകരം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് P കൊണ്ടുവന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു, പേനയിൽ ഇങ്ക് കുറവാണ് തെളിയുന്നില്ല, ടോർക്ക് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ടോർക്ക് ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഇത് ഏത് ഫോമാണ്? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച വെക്റ്റർ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പഠിച്ചു A ക്രോസ് B, വല്ല ഓർമ്മയുണ്ടോ? A ക്രോസ് B ഈക്വൽ ടു AB സൈൻ തീറ്റ. A ക്രോസ് B ഈസ് ഈക്വൽ ടു എന്താണ്? AB സൈൻ തീറ്റ. അപ്പോൾ PE സൈൻ തീറ്റയ്ക്ക് പകരം എന്തെഴുതാം? P ക്രോസ് E എന്തെഴുതാം? അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ടോ. ഇത് ടോ എന്നാണ് വായിക്കുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? P ക്രോസ് E. ഒരു വെക്റ്ററിൻ്റെ സൈനും ഒക്കെ കൊടുത്തോണം. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്തോ കൊടുത്തു? P ക്രോസ് E. എന്നിട്ട് പറഞ്ഞു ടോർക്ക് മാക്സിമം ആകുന്നത് ആംഗിൾ എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലാണ് ടോർക്ക് മാക്സിമം ആകുന്നത്. ടോർക്കിൻ്റെ വാല്യൂ എത്രയാണ്? PE എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോളും പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുന്നത്. രണ്ടുപേരും സെയിം ഡയറക്ഷൻ പാരലൽ തിരിച്ച ആംഗിൾ 0 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് മിനിമം ആയിരിക്കും. മിനിമം ടോർക്കിൻ്റെ വാല്യൂ എത്രയാണ്? 0 ഡിഗ്രി. ക്ലിയർ ആയോ? ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.